രേണുക ഈ ദൌത്യത്തിൽ ആദ്യം മുതൽ തന്നെ ഈ ദൌത്യത്തിൽ ഉണ്ടായ ഒരാളാണ് ഈശ്വർ മൽപ്പെ. ഈശ്വർ മൽപ്പെ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം വലിയ മനസ്സ് വിഷമത്തിലാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന ആ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് എത്തിയതും കണ്ടതും. എന്തായാലും ഈശ്വർ മൽപ്പയോട് നമ്മൾ സംസാരിക്കേണ്ട. മനാഫും ഇവിടെയുണ്ട്. മൽപ്പെ ഈ ദൌത്യത്തിൽ വലിയ തോതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. ഇപ്പോൾ വലിയ മനസ്സ് വിഷമത്തോടെയാണ് അങ്ങ് സംസാരിക്കുന്നതും സോറി എന്നൊക്കെയാണ് താങ്കളുടെ പേജിൽ ഇട്ട് താങ്കൾ ഇവിടുന്ന് മടങ്ങുന്നത്. എന്താണ് അതെന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളത്തിൽ ഒരു ബൈക്ക് കിട്ടി പിന്നെ ഒരു 10 തടി കിട്ടിയ സമയത്തിൽ അവർ നമുക്ക് മേലെ പറയാൻ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒരു ഫോൺ ആക്കിയിട്ട് നിങ്ങൾ ലീവ് ഇതെല്ലാം ആക്കൂ, നിങ്ങൾ അതിൽ നിന്ന് വീഡിയോ ആക്കൂ, നിങ്ങൾ മേലെ വന്നിട്ട് നമുക്ക് സംസാരിക്കുന്നു. പിന്നെ മീഡിയക്കാർക്ക് അതെല്ലാം നമ്മൾ എന്തുകൊണ്ട് മേലെ പറയൂ, ഡയറക്റ്റായി പറയൂ. അതിന് ഈ ലോറിക്ക് വളരെ അർജന്റ് ലോറിക്ക് അരികിലേക്ക് എത്തിയ ഒരു ഘട്ടമാണ്. മാൽപ്പെ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ആ കുടുംബത്തിന് നൽകിയ വാക്ക് 10 ദിവസം നിൽക്കുമെന്നാണ് മാൽപ്പെ പറഞ്ഞത്. അങ്ങനെ മാൽപ്പയ്ക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സുണ്ടാകാൻ മാത്രം അത്ര വലിയൊരു പ്രശ്നം അത് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് തടയുന്ന അനുമതിയില്ലാതെ ആ ഒരു വന്നിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ബേജറായി, ഒരുപാട് അവർ പേസ് ബേജറായി. അതിന് ഞങ്ങൾ തിരിച്ചു പോയി. നമ്മളെ ടീംകാർ വേണ്ട നിങ്ങൾ പോയിക്കാൻ ചൊല്ലി അതിനെ ഞങ്ങൾ മേലെ വന്നു. ഏതെങ്കിലും ഒരു പ്രതിഫലം പറ്റിയല്ല മാൽപ്പയുടെ തെരച്ചിൽ നടത്തുന്നത്. അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ലോറി ഉടമ മനാഫുമുണ്ട്. വൈകാരികമായ ഒരു രംഗമാണ് രേണുക ഇവിടെ. മനാഫ് എന്താണ് അല്ല, മൂപ്പര് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ടുപിടിക്കുന്നതൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ പല വാഹനങ്ങളുണ്ടെന്ന്. ഇപ്പൊ അവസാനമായിട്ട് മൂപ്പര് കയറി വരുന്ന വരുത്തിന് ഒരു ഇഞ്ചിന്റെ പ്ലേറ്റ് കിട്ടി. അത് അശോക് ലൈലൻഡ് വണ്ടിയാ. ഇപ്പൊ നേരത്തെ കിട്ടിയ വണ്ടി ടാറ്റ വണ്ടി. അപ്പൊ എത്ര ലോറി അതിൻ്റെ ഉള്ളിലുള്ള ഭാരത് ബെൻസ് ഉണ്ട്. എല്ലാത്തിന്റെ സമ്മേളനമാണ് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ. വാഹനങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നതാണോ ഇപ്പൊ ജില്ലാ ഭരണകൂടത്തിന് പ്രശ്നമായിരുന്നത്? അതാണോ മൽപ്പനെ ഒഴിവാക്കാൻ? എന്താണ് കാരണം വ്യക്തമല്ല. മൽപ്പനെ ഒഴിവാക്കുന്നതിന് 100% അതന്നെ കാരണം. SP ഇതിന്റെ മുമ്പേ ആദ്യഘട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ് കൊന്നു കളയുന്നാ പറഞ്ഞത്. ഇവിടെ നിന്നിണ്ടെങ്കിൽ രാത്രി ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്ന്. അപ്പൊ തിരിച്ചു വരാം. മാൽപ്പെ ഇപ്പോൾ തീരുമാനം തിരിച്ചു പോകാൻ തന്നെയാണോ തീരുമാനം? കണ്ടിപ്പാ ഞാൻ തിരിച്ചു പോയി. എന്നെ പറഞ്ഞ ടീമിലെ ആൾക്കാർ 6 പറയില്ലെന്ന് ചൊല്ലി എനിക്ക് സൺഡേ പോയി അവർക്ക് വിഷമായി. പിന്നെ ശരി അവർ പോകുന്നതാണ് ഞാൻ ഒന്നും ചെയ്യാനാവില്ലേ. ശരി ഞാൻ പറയാൻ മേലെ വന്നിപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു പോകും. ഇനി എന്നാക്കൾ മുണപ്പോണ കേട്ടിട്ട് ഞാൻ ഊർക്ക് പോകും. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഏറ്റവും ഒടുവില ഇന്ന് അത് പുറത്തു വരാത്തൊരു വാർത്തയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു വാഹനം കൂടി മാൽപ്പെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ജില്ലാ ഭരണകൂടവുമായി പങ്കുവച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണോ ഇത്തരത്തിൽ കൂടുതൽ വാഹനം ഇത്തരത്തിൽ കണ്ടെത്തുന്നതാണോ? അത് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ വെള്ളത്തിലെ മുങ്ങിയ ഓരോ വണ്ടി കിട്ടി. ഇപ്പൊ ഒരു വാഹനം കണ്ടെത്തിയില്ല. ഇപ്പൊ ഒരു ആക്റ്റീവ് വണ്ട കിട്ടി ഒരു ഇപ്പൊ കയറിട്ട് മേലെ വലിക്കുന്നായില്ലേ. ഇപ്പൊ അടുത്ത സ്ക്രീനിലെ വലിച്ച് അത് ആക്റ്റീവ് വണ്ട പോറും. പിന്നെ അടുത്ത സൈഡിലെല്ലാം ഒരു 10 തടിയുണ്ട് ഇവരുടെ. ഇപ്പൊ 4 തടി മേലാക്കി. ഇന്നത്തെ തടി ഒത്തിരി ഉണ്ടാവും. കിരിഞ്ഞു വന്നത് തിരുത്തില്ല അവിടെ തന്നെ ഉണ്ട്. അത് എടുക്കട്ടെ അവർക്ക് നല്ലതായിട്ട് നമ്മൾ അത്ര ഒന്ന് ചൊല്ലു. പിന്നെ ഇന്ന് നല്ല ഡ്രൈവർ കൊണ്ടുവന്നിട്ട് വേലയാക്കട്ടെ പറവല്ലേ. ഇത്രത്തോളം വലിയ ഒരു എക്സ്പീരിയൻസിൽ ഒരാളാണ് മാൽപ്പെ. മാൽപ്പെ അങ്ങനെ മടങ്ങുമ്പോൾ ഇതൊരു ദൗത്യം പാതി വഴിക്ക് വിട്ടുപോകുന്ന ഇനി ഒരു ദിവസം കൂടി 3 ദിവസം മാത്രമാണ് ഇപ്പോൾ ദൗത്യം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുക? എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതില്ല. അത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ വീട്ടിലെ ഞങ്ങളെ കുട്ടികൾ സുഖമില്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട്. എന്താ പറഞ്ഞാൽ അർജുന അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ജഗന്നാഥിനെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലൊക്കേഷനെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെ ഈ സെലക്ടൻ നോക്കുന്ന സമയത്ത് ഓരോ വണ്ടി കെട്ടു. ആ വണ്ടി കയറാക്കി മേലാക്കും. പിന്നെ എന്നെ ചെയ്യാനാവില്ലേ. വണ്ടി ഇപ്പോൾ കിട്ടുന്നതാണ് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. അത് എനിക്ക് തരത്തില്ല. എന്ന പ്രശ്നം എന്ത് ഞാനൊക്കെ ഒരു അത് സൺഡേ പോയിട്ട് ബേജറായി. ഇറങ്ങാൻ പാടില്ല എന്നാണോ മാൽപ്പക്ക് കിട്ടിയത്? അത് രാവിലെ പറഞ്ഞ ആ ഡ്രഡ്ജർക്കാർ അവിടെ ആ സ്ഥലത്തിൽ ഇറങ്ങണ്ട, നിങ്ങൾ ഇവിടുന്ന് വിട്ടിട്ട് വേറെ സ്ഥലത്തിൽ പോയി കാലെ ചൊല്ലിട്ടുണ്ട് ഡ്രഡ്ജറിന്റെ മെയിൻ ഓണർ. പിന്നീട് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ തടയുന്നത്? പോലീസുകാർ ഇന്ന് തടയുന്നില്ല. ഇന്നലെ മെനഞ്ഞ മാത്രം ഇന്ന് ഒന്നും ചെയ്യില്ല. ഇപ്പൊ വന്ന് സൺഡേ പോയി നമ്മൾ കൊഞ്ചം. എന്താണ് പറഞ്ഞത്? അത് എന്താ പറയാ നിങ്ങൾ തുറന്നു പറയുന്നില്ല. എന്താണ് പ്രശ്നങ്ങൾ? ഇല്ല, അത് ഞാനിപ്പോ അവരെ ശരിയായിട്ട് നമ്മളെ കൂപ്പിടിയാൽ നമ്മൾ പിന്നെ ശരിയായിട്ട് വരും. വിഷമമുണ്ടാക്കുന്ന ഒരു കാരണം എന്താണ്? ഇപ്പൊ അങ്ങനെയല്ല. നമ്മളിപ്പോ അവർക്ക് ചൊല്ലുന്ന നിങ്ങൾ ഇവിടെ വന്നിട്ട് വല്ല ഈരാവണ്ട അങ്ങനെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. കേരളം മുഴുവൻ കാത്തിരിക്കുന്നതാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടത്. അത് പല പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. മാൽപ്പയ്ക്ക് അത്രത്തോളം മനസ്സിലാക്കി ഒരു വഴിയിൽ വെച്ചാണ് നമ്മളിപ്പോൾ അതെ കണ്ട്. അതെ എനിക്കിപ്പോ നോക്കി നമ്മളെ ആൾക്കാർ ഇവർ എല്ലാ ആൾക്കാരനോട് ഇവരെല്ലാം വേണ്ട നിങ്ങൾ ബാണ ഈശ്വരനെ അങ്ങനെ സൺഡേ പോടരുത് ഇവരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവരെല്ലാം അതിൽ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ ഇവരെ വരല് ഞാൻ ഒട്ടിക്ക് ഒന്നും ചെയ്യാനാവില്ല. അവരെ ഹെൽപ്പിംഗ് വേണം അവിടെ. രേണുക
ഈ തിരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മാൽപേ അദ്ദേഹത്തിന്റെ തീരുമാനമായി ഉറച്ചു നിൽക്കുന്നു. നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും വളരെ ദൂരം ഒരു സ്ഥലത്താണ് മാൽപേ ഇപ്പോൾ ഈ നിർബന്ധപൂർവ്വം നിർത്തിപ്പിച്ച് ഇത്തരത്തിൽ മടങ്ങിപ്പോകുന്ന ഭാഗത്ത് നമ്മൾ അദ്ദേഹത്തെ കാണാനെത്തിയത്. അദ്ദേഹം ആ ഉറച്ച തീരുമാനമാണ്. ഇതിൽ പല സംശയങ്ങളും പല കാരണങ്ങളുണ്ട്. മാൽപേ കൃത്യമായി തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വാഹനങ്ങൾ ഓരോന്നായി കണ്ടുപിടിക്കുന്നത് അത് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അത് തന്നെയായിരിക്കുമോ കാരണമെന്ന് അത്തരത്തിലാണ് മനാഫിന്റെ സൂചനകളും തരുന്നത്. ഏതായാലും വലിയ തോതിൽ വിമർശിക്കാൻ ജില്ലാ ഭരണകൂടത്തെ വിമർശിക്കാൻ മാൽപേ തയ്യാറാകുന്നില്ല. അദ്ദേഹം തന്റെ തീരുമാനം ഇന്ന് രാവിലെയാണ് നമ്മൾ മാൽപേ കണ്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് ആ 3 അമ്മമാർക്കും കൊടുത്ത ആ വാക്ക് പാലിക്കാൻ താനുണ്ടാകും. ആ ഗംഗാവലിയുടെ ആഴങ്ങളിൽ തന്റെ ജീവൻ പോലും പണയം വെച്ച് തിരച്ചിൽ നടത്താൻ ആ കൃത്യമായ വാക്കുകളായിരുന്നു അദ്ദേഹം. പക്ഷേ ആ മനസ്സുമെടുത്ത് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും മനാഫ് ഉൾപ്പെടെ ആ കാര്യത്തിൽ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ ഗംഗാവലിപ്പുഴ ശിരൂർ മനാഫ്